ഗായ്സ്, അപ്പൊ നമ്മള് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കോൾഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എവിടെയും പോകാൻ പറ്റിയില്ല എന്നിട്ട്. അപ്പൊ നമ്മുടെ ഈ രണ്ട് ചെക്കന്മാരുണ്ടല്ലോ അനിയന്മാര്, അപ്പൊ നമ്മൾ വിചാരിച്ചു വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് ഒരു ദിവസം പോവാന്ന്. അങ്ങനെ ഞങ്ങൾ പോയത് കക്കാടംപൊയിൽ, അത് തന്നെയാണ് പറയാൻ തോന്നുന്നു. കക്കാടംപൊയിൽ അങ്ങനെ എന്തോ അവിടെയാണ് കേട്ടോ. നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് ജസ്റ്റ് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിട്ട് വരാം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ നമ്മൾ യാത്രയായി. അങ്ങനെ ഞങ്ങൾ പോണ വഴി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഡിങ്കു നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ നൈസിൽ അവൻ്റെ അടുത്ത് കൊടുത്തു ഒരു എന്നിട്ട്, കാരണം അവൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ്, അപ്പോൾ അവൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ മടിയിൽ ഇരുത്തി, അല്ല അവനെ അവൻ്റെ അടുത്ത് കൊടുത്തിട്ട് നമ്മൾ സുഖമായിട്ട് ഒരു മസാല ദോശയൊക്കെ അങ്ങോട്ട് കഴിച്ചു. നല്ലൊരു ചൂട് ചായയും കുടിച്ചു കേട്ടോ. പിന്നെ പോണ വഴി ചില സ്ഥലങ്ങളിൽ മഴ ഉണ്ട്, ചില സ്ഥലങ്ങളിൽ മഴയില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. തലേദിവസം കുറച്ച് വഴുകി കിടന്നുകൊണ്ടാണ് തോന്നുന്നു. പക്ഷെ നമ്മൾ ടൂറും അങ്ങനെ ഉറങ്ങാൻ പാടില്ലല്ലോ. അങ്ങനെ പിന്നെ പാട്ടൊക്കെ വെച്ച് നല്ല വൈബായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ് ഉണ്ടല്ലോ കാവാണി, ആ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടു. അപ്പോൾ നമ്മൾ സ്ഥലങ്ങളും ലൊക്കേഷൻ നോക്കിയപ്പോൾ ഏകദേശം എത്താറായെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഫുഡ് കഴിച്ചു. ബിരിയാണി എന്തോ കഴിച്ചത്. പക്ഷെ സത്യം എനിക്കത് ഇഷ്ടമായില്ല. എനിക്ക് ആകെ വോമിറ്റ് ചെയ്യാനൊക്കെ പാടെ വന്നിട്ട് ഒരുമാതിരി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി സാധനങ്ങൾ സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മുടെ റിസോർട്ടിലെത്തി. നല്ല രസമുള്ള റിസോർട്ടാണ് കേട്ടോ. ക്യാഷും അതിനനുസരിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഓക്കെയാണ്, എനിക്ക് വലിയ കുഴപ്പമില്ല തോന്നി. പിന്നെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ഒരു 5-6 റൂംസ് മാത്രമേ ഉള്ളൂ. ഫാമിലിയോ കപ്പിൾസോ ബാച്ചിലേഴ്സോ അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് അലമ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സെറ്റപ്പായിരുന്നു. നമുക്ക് പൊതുവെ വ്യൂവും കാര്യങ്ങളും കണ്ടപ്പോഴൊക്കെ ഇഷ്ടമായി. പിന്നെ തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മല വരണ വഴി ചില സ്ഥലങ്ങളിൽ മഴ, ചില സ്ഥലങ്ങളിൽ മഴയില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചേരം ഇങ്ങനെ ഊഞ്ഞാലിലൊക്കെ ഒന്ന് ആടിയതിന് ശേഷം നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ വിൻലോട്ടൻ ബാക്കി പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്തു. അപ്പം നമ്മൾ ഒരു റൂമിൽ തന്നെ മുകളിലും താഴെയും അങ്ങനെയാണ് എടുത്തത്. മുകളിൽ ചെക്കന്മാർക്ക് കിടക്കാം, ഞങ്ങൾ താഴെയും കിടക്കാം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പുറത്തുനിന്നുള്ള വ്യൂ ഒട്ടും എന്താ പറയുക, ഒന്നും പറയാനില്ല, അത്ര സൂപ്പറായിരുന്നു. കോട ഇങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ കോട ഇറങ്ങുന്നു വെച്ചാൽ എനിക്കത് വേറെ സ്ഥലത്തേക്ക് പോകും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ റൂമിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്തു. ഇങ്ങനെ ഒരുത്തൻ്റെ വാഴ വെട്ടിയിട്ട് കണ്ട പോലെ എന്തോ പറയില്ലേ, ആ ഒരു ഉപമ അതേപോലെ കിടന്നുറങ്ങുന്നുണ്ട്. വന്നത് അവൻ പെട്ടെന്ന് ഉറങ്ങും കേട്ടോ. മറ്റാൾ നമ്മുടെ അനിയൻ്റെ അവിടെ ഒരു കിറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ വേഗം ഒരു കോഫി അങ്ങോട്ട് ഉണ്ടാക്കി. എന്നിട്ട് അവനും ഞാനും മാത്രം കുടിച്ചു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഉണ്ടാക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. കോഫിയെ കുടിച്ച് പിന്നെ അവനവിടെ പുറത്തു പോയി നിൽക്കുന്നുണ്ട് വ്യൂ കാണാൻ. പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള വീഡിയോയിൽ അടുത്തിൽ വരാം. ബൈ.